അങ്ങനെ ഫ്രണ്ട്സ്, അതിൻ്റെ തുടർച്ചയായി ഞാനൊരു വേറൊരു വീഡിയോ ഇടുകയാണ്. നമ്മുടെ ഈ ഒരു തുംകൂർ റോഡിലുള്ള കുറേയേറെ കാഴ്ചകൾ. അതായത് ശരിക്ക് ട്രാഫിക്കാണ്, ഇതിൽ വലിയ കാഴ്ചകളൊന്നും കാണുന്നില്ല. എങ്കിലും നമുക്ക് ചില കാഴ്ചകൾ നമുക്ക് ഈ ഒരു റോഡിലേക്കൂടി നമുക്ക് കാണാൻ പറ്റും. ഇത് ഏകദേശം തുംകൂർ റോഡിലെ ഗുരുണ്ടപ്പാളി എന്ന ജംഗ്ഷനാണ്. സൺഡേ ആയതുകൊണ്ട് തന്നെ ഒരു 5 മിനിറ്റോളം തിരക്കുണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ കുറച്ച് പേർ സാധനങ്ങൾ വിൽക്കുന്നു, തിന്നാനും കുടിക്കാനും ഉള്ള പിന്നെ കൂടെയൊക്കെ വിൽക്കുന്നുണ്ട്. ചെറിയ മൂവ്മെൻറ്റിൽ നമ്മളങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഈ ഒരു ജംഗ്ഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ ജംഗ്ഷനിൽ വന്നാൽ എയർപോർട്ട് റോഡ്, അതായത് അതുപോലെ തുംകൂർ റോഡ്, മുംബൈ, പിന്നെ അങ്ങോട്ടുള്ള ഏരിയ, പിന്നെ മൈസൂർ റോഡ്, പിന്നെ മെജസ്റ്റിക്, അങ്ങോട്ടെല്ലാം പോകാൻ പറ്റുന്ന ഒരു ജംഗ്ഷനാണ്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരിക്കും. അങ്ങനെ നമ്മൾ തുംകൂർ റോഡിലേക്ക് പോകുമ്പോൾ ജാലഹള്ളി ടച്ച് ചെയ്യാണ്ട് അതിൽ മുമ്പിൽ ഒരു ഫ്ലൈ ഓവർ വരുന്നുണ്ട്. അപ്പോൾ കുറേയേറെ തിരക്കുകളൊക്കെ ഒഴിവാക്കാൻ പറ്റും. അതാണ് ഈ കാണുന്ന ഫ്ലൈ ഓവർ. അത് ഏകദേശം 10 കിലോമീറ്റർ ഉണ്ട് ഈ ഒരു സിറ്റിയിൽ നിന്നും. ജാലഹള്ളി എല്ലാം കഴിഞ്ഞ് അപ്പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു ഫ്ലൈ ഓവറാണ്. അപ്പോൾ നമ്മളങ്ങോട്ട് പോകുന്നില്ല, നമ്മൾ ജസ്റ്റ് ഒരു 2 കിലോമീറ്റേഴ്സ് കൂടി പോയി തിരിച്ചു വരാം എന്നുള്ള പ്ലാനാണ്. അങ്ങനെ നമ്മൾ ഈ ഒരു SRS സ്റ്റോപ്പാണിത്. അതിന് ശേഷം നമുക്ക് പീനിയുണ്ട്, അതിന് ശേഷം ജാലഹള്ളിയാണ്. അപ്പോൾ ഇത് ഇവിടെ മെട്രോയും റോഡും ഉള്ള ഫ്ലൈ ഓവർ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു കാലാവസ്ഥയിൽ നമ്മൾ ഇങ്ങനെ തിരക്ക് കുറഞ്ഞ ഒരു യാത്ര ചെയ്യുകയാണ്. നമുക്കിവിടെ നിന്ന് റൈറ്റാണ് എടുക്കേണ്ടത്. റൈറ്റ് എടുത്ത് നമുക്കൊന്ന് അങ്ങോട്ട് പോകാം. ഇത് എന്താണെന്ന് വെച്ചാൽ അതായത് മെട്രോ ബ്രിഡ്ജ് എന്തിനാണെന്ന് വെച്ചാൽ, ഇത് പാർക്കിങ്ങിനും അറ്റകുറ്റപ്പണികൾക്കും വേണ്ടിയുള്ള ഒരു യാർഡാണ്. കൂടാതെ ഇവിടെയാണ് മറ്റൊരു പീനിയ ബസ് സ്റ്റാൻഡ് ഉള്ളത്, KSRTC കർണാടക RTCൻ്റെ ടെർമിനൽ ഉള്ളത്. പക്ഷേ ഇവിടെ ബസ് പാർക്കിങ്ങിന് മാത്രമേ ഉപയോഗിക്കുള്ളൂ. മലയാളികൾക്ക് വളരെ ഉപയോഗപ്രദമായ ഒരു ബസ് സ്റ്റാൻഡ് ആയിരുന്നു ഇത്. അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണുള്ളത്. ഇപ്പോൾ അത് ഉപയോഗശൂന്യമായ രീതിയിൽ തന്നെ നിലനിൽക്കുന്നു. കുറേയേറെ കോടികൾ ചെലവിട്ടഴിച്ച പണി കഴിപ്പിച്ച ഒരു ബിൽഡിംഗ്. അങ്ങനെ നമ്മൾ അവിടുന്ന് നേരെ യൂട്ടേണെടുത്ത് നമ്മൾ യശോന്തപുരം വഴി പോവുകയാണ്. അപ്പോൾ നമുക്ക് കാണേണ്ടത് കുറേയേറെ കാഴ്ചകളാണ് ബാംഗ്ലൂരിനെ പറ്റിയുള്ളത്. ഇത് ജസ്റ്റ് റോഡ് മാത്രമാണ്, നമുക്ക് കുറേയേറെ കാഴ്ചകൾ ഇനിയും കാണാനുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ കാഴ്ചകളായിട്ട് കാണുന്നു. അപ്പോൾ നിങ്ങളെന്തായാലും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ നമ്മൾ മെയിൻ റോഡിലെത്തി നമ്മൾ തിരിച്ചു പോവുകയാണ്. അവിടെ നിന്നാണ് പീനിയ ഇൻഡസ്ട്രിയൽ ഏരിയൻ്റെ മെട്രോ സ്റ്റേഷൻ കാണുന്നത്. ഇതാണത്. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ കംപ്ലീറ്റ് പീനിയൻ്റെ ഇൻഡസ്ട്രിയാണ്, ലെഫ്റ്റ് സൈഡിൽ അതിൻ്റെ റെസിഡൻഷ്യൽ ഏരിയയാണ്. അപ്പോൾ കൂടുതൽ ഫാക്ടറീസുകളും ഉള്ള ഒരു ഏരിയ തന്നെയാണ് ഇവിടം. പിന്നെ അവിടത്തേക്കുള്ള ആൾക്കാർ യാത്ര ചെയ്യുന്ന ഒരു സംവിധാനമാണ് മെട്രോയും പിന്നെ ബസ്സും ഒക്കെ. അങ്ങനെയൊക്കെയുള്ള ഒരു റോഡാണിത്. ഇവിടെ SRS എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ, അതായത് തുംകൂർ റോഡിലേക്ക് പോകുമ്പോൾ വലിയ ജംഗ്ഷൻ അനുഭവപ്പെടുന്നു. പക്ഷേ ഇവിടെ ഈ മെട്രോ പില്ലർ ഉള്ളത് കൊണ്ട് തന്നെ 3-4 റൂട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു റൂട്ടിലേക്ക് കൂടി പോയാൽ ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്തു പോയാൽ എല്ലാ സിഗ്നലും നമുക്ക് കവർ ചെയ്യാൻ പറ്റും. കവർ ചെയ്യാതിരിക്കാൻ പറ്റും. ചെറിയ റോഡുകളാണ്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ജംഗ്ഷൻ ഓവർകം ചെയ്യാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതുപോലെ സംഭവിച്ചു. ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് പോയാൽ നമുക്ക് KRപുരം പിന്നെ ഈ എയർപോർട്ട് റോഡിലേക്ക് പോകാം. അവിടെ നമ്മൾ പോകുന്നില്ല, നേരെ യശോന്തപുരത്തേക്കാണ് പോകുന്നത്. ഈ നമ്മൾ കാണുന്നത് മുമ്പിലുള്ള ബസ്സാണ് നമ്മുടെ ടാറ്റയുടെ ഇലക്ട്രിക് ബസ്. അതുപോലെ ഒരുപാട് ഇത്തരം ബസ്സുകളുണ്ട് ടാറ്റയുടെയും പിന്നെ അശോക് ലൈലൻഡൊക്കെയും ഇലക്ട്രിക് ബസ് നന്നായി ഓടുന്ന ഏരിയയാണ്. അപ്പോൾ ഇതൊക്കെ പഴയ ബസ്സാണ്, ഒരു 5-6 കൊല്ലം മുമ്പിലുള്ള അതിന് മുമ്പിലുള്ള ബസ്സാണ്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ബിൽഡിങ്ങുകളൊക്കെ ഇപ്പം പൊന്തി വരുന്നതാണ്. കുറേയേറെ മാറ്റങ്ങളാണ് ഈ റോഡിൽ സംഭവിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് യശോന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ കയറണം. അപ്പോൾ ഇവിടെ നമ്മൾ കയറണം, അത് ശ്രദ്ധിച്ചിട്ട് കയറണം. അതിനിടയ്ക്ക് മുമ്പിൽ ഒരു ബസ് കൊണ്ടുവച്ചിട്ടുണ്ട്. ആ ബസ് അപ്പുറം ഇപ്പുറം കയറിയാലേ നമുക്ക് പോകാൻ പറ്റും. കണ്ടോ, ഇതാണ് ആ ബസ്. അപ്പോൾ ഇതൊന്ന് കയറിയിട്ട് നമുക്ക് ഈ ഒരു യശോന്തപുരം റെയിൽവേ സ്റ്റേഷൻ ഉള്ളിൽ കാണുന്നില്ല, പുറത്തുള്ള കുറച്ച് കാഴ്ചകൾ കാണാം. കുറേയേറെ അപ്ഡേഷൻ വരുത്തിയിട്ടുണ്ട്, അതൊക്കെ നമുക്ക് കാണാം.
അപ്പോൾ സുഹൃത്തുക്കൾ, ഇത് കുറച്ച് സ്പീഡായിട്ടുള്ള ഒരു വീഡിയോസാണ്, കാരണം കുറേയേറെ ടൈം വേസ്റ്റ് എടുത്ത വീഡിയോസാണ്. അപ്പോൾ കാണുക, ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെയും കാണുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു പുതിയ പ്രധാനമന്ത്രിയുടെ ഒരു അപ്ഡേഷൻ പ്രകാരം ഇത് ചെയ്ത നല്ലൊരു എൻട്രി എല്ലാം കൊടുത്ത ഒരു യശ്വന്ത്പുര റെയിൽവേ സ്റ്റേഷൻ. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ തന്നെ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ട്, ബസ് സ്റ്റോപ്പ് ഉണ്ട്, പിന്നെ മെട്രോ സ്റ്റേഷനുണ്ട്. ഒരു 100 മീറ്ററിനുള്ളിൽ എല്ലാം കിട്ടും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അതാണ് ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണുന്നതാണ് മെട്രോ സ്റ്റേഷൻ. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു യശ്വന്ത്പുരം റെയിൽവേ സ്റ്റേഷൻ്റെ പ്രത്യേകത. പിന്നെ ഇവിടെ നോർത്ത് ഇന്ത്യയിലേക്കുള്ള കുറേയേറെ ട്രെയിനുകളുണ്ട്, അതിനാണ് ഉപയോഗിക്കുന്നത്. പിന്നെ സൗത്ത് ഇന്ത്യയിലേക്ക് വളരെ വിരളമാണ് ഈ ട്രെയിനുകൾ ഇവിടെ നിന്ന്, അങ്ങനെയും നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ നമ്മൾ ഇവിടുന്ന് വിടുകയാണ്. ഇവിടെ നമ്മൾ നിൽക്കാനൊന്നുമില്ല, കാരണം ഇപ്പോൾ വളരെ തിരക്കുറഞ്ഞ ഒരു അന്തരീക്ഷമാണ്. ചിലപ്പോൾ ട്രെയിനൊക്കെ വന്നിരുന്നാൽ വളരെ തിരക്കും പിന്നെ ട്രാഫിക്കും പിന്നെ പോകാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അന്തരീക്ഷമാണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ വീണ്ടും മെട്രോ പില്ലറിൻ്റെ അടിയിലേക്ക് കൂടി യാത്രയാണ്. അതെന്ന് വെച്ചാൽ യശ്വന്ത്പുരത്തും മാറുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. നമ്മുടെ ഒരു ടവർ, ബ്രിഗേഡ് ടവറാണത് കാണുന്നത്, ബിസിനസ് സെൻറ്റർ. അപ്പോൾ പോപ്പുലറായിട്ടുള്ള ഒരു സ്ഥലം അതാണത്. അങ്ങനെ നമ്മൾ വീണ്ടും യശ്വന്ത്പുരത്തേക്ക് പോകുന്നു. അവിടെ നമുക്ക് സത്വാൻ്റെ അപ്പാർട്ട്മെൻറ്റ്സ് കാണാൻ പറ്റും. അതൊക്കെയാണ് മുഖം മാറിയ. പിന്നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കണ്ടത് KSRTC ബസ് സ്റ്റാൻഡും അതിനുള്ള ഷോപ്പിംഗ് കോംപ്ലക്സും ഓഫീസ് റൂംസും. ഓക്കെ, അതൊക്കെയാണ്. ഇത് ഫ്ലൈ ഓവറാണ്. അത് ഈ ഫ്ലൈ ഓവർ ഇല്ലെങ്കിൽ നല്ല തിരക്കായിരിക്കും, ഇതിലേക്ക് കൂടി യാത്ര ചെയ്യാൻ മടുപ്പ് തോന്നും. അങ്ങനെ നമ്മൾ നേരത്തെ വന്ന വഴികളിലേക്ക് കൂടി യാത്ര വീണ്ടും പോവുകയാണ്. ഇതാണ് IISc ജംഗ്ഷൻ. ഇവിടെ 10 കൊല്ലം മുമ്പുള്ള തിരക്കുകൾ എന്ന് പറയുന്നത് വളരെ ഭയാനകമാണ്. ഇത് നല്ല രീതിയിൽ തന്നെ പണിത് എല്ലാ തിരക്കുകളും ഡൈവേർട്ടാക്കി മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ സിഗ്നലേ ഇല്ല, മുകളിൽ ചെറിയൊരു സിഗ്നൽ മാത്രമേ ഉള്ളൂ, താഴെയുള്ള റൂട്ടുകളിൽ സിഗ്നലില്ല. അങ്ങനെ നമ്മൾ മല്ലേശ്വരത്തിൻ്റെ ഒരു സൈഡിലെത്തി. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇതിനപ്പുറം നമുക്കൊരു ലേക്ക് കാണാൻ പറ്റും. അതാണ് സാങ്കി ടാങ്ക് എന്ന് പറയുന്നത്. സാങ്കി എന്ന വാട്ടർ ടാങ്കാണ് ഉദ്ദേശിക്കുന്നത്, കർണാടക ഭാഷയാണത്. അങ്ങനെ നല്ലൊരു പച്ചപ്പ്. ഇതിൻ്റെ ഈ സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ്. അത് നമ്മൾ നിർത്തിയിട്ടൊന്നും എടുക്കേണ്ടി വരും, നിർത്താൻ കഴിയില്ല. നമുക്ക് കുറച്ച് മുന്നോട്ട് പോയി അവിടെ നിന്ന് ചെറിയ ചെറിയ വ്യൂസ് കാണാം. കാരണം ഈ ഒരു പാത ഡാം പോലെയാണ്. ആ വെള്ളം കെട്ടി എത്രയോ ലിറ്റർ കണക്കിന് വെള്ളം കെട്ടി കിടക്കുന്ന ആ സ്ഥലം. അപ്പോൾ അവിടെ ചെരുവുള്ളത് കൊണ്ട് ഇതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ കംപ്ലീറ്റ് വീടുകളൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും വെള്ളം കിട്ടട്ടെന്ന നിലയിലും സുരക്ഷിതത്തിനും വേണ്ടി ഡാം പോലെ കെട്ടി അതിന് മുകളിൽ റോഡ് ഉണ്ടാക്കിയാണ് ഈ ഒരു സാങ്കി റോഡ് എന്നറിയപ്പെടുന്ന ഈ റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയി നമുക്കൊന്ന് ആ ഒരു കാഴ്ച കാണാം. ഇത് ഈ ഒരു ഏരിയൻ്റെ പേര് സദാശിവനഗർ. അതിനെപ്പറ്റി കുറേ പറയാനുണ്ട്. നമുക്ക് അതിന് മുമ്പിൽ ഈ ഒരു ടാങ്കി എന്താണെന്ന് നമുക്ക് കാണാം. ഇതാണ് ടാങ്കി. ഒരുപാട് ലിറ്റർ വെള്ളം കെട്ടി കിടക്കുന്ന ഒരു സ്ഥലം. നമ്മൾ വന്ന റോഡാണത്. അതാണ് ബണ്ട്, അതായത് ഈ ഒരു ഡാമിന് സംരക്ഷിക്കുന്ന പോലെയുള്ള ഒരു ഭിത്തി, അതാണ് റോഡ്. കുറച്ചും കൂടി കാണാണ്ട് നമുക്കത് കുറച്ച് മുന്നോട്ട് പോയിട്ട് അതിൻ്റെ വിശേഷങ്ങൾ കാണാം. വൈകുന്നേരം നല്ല രീതിയിൽ നടക്കാനും പിന്നെ ഓടാനും പിന്നെ ഉല്ലസിക്കാനുമുള്ള ഒരു പാർക്കാണ് ഈ ഒരു സാങ്കി ടാങ്കി പാർക്ക് എന്നറിയപ്പെടുന്ന സ്ഥലം. കുറച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് കൂടുതൽ കാണാൻ പറ്റും. കാരണം നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത ഒരു പാർക്ക്. ഇവിടെ ഒരുപാട് ജനങ്ങൾ വന്ന് ഉല്ലസിക്കുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നമുക്ക് പോവാം. അവിടെ നിന്ന് നമ്മൾ സദാശിവ നഗറിലേക്ക് കൂടി സാങ്കി റോഡ് കയറുന്നു. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ ഈ ഒരു ഏരിയ മരങ്ങളുള്ളതുകൊണ്ടാണ് നമുക്ക് ബിൽഡിങ്ങിൻ്റെ വലിപ്പങ്ങളും ബിൽഡിങ്ങിൻ്റെ എണ്ണങ്ങളും കാണാൻ പറ്റാത്തത്. കാരണം നന്നായി AC ചെയ്ത പോലെ ഈ ഒരു തണൽ മരങ്ങൾ നമ്മളെ ചൂടിൽ നിന്ന് സംരക്ഷിക്കുന്നു എന്നുള്ളത് ഒരു സത്യമായ കാര്യമാണ്. അപ്പുറത്ത് ഒരുപാട് നിലകളുള്ള ബിൽഡിംഗ് കാണാം, അതിലെ ഓഫീസുകളാണ്. പിന്നെ കോർപ്പറേറ്റുകളും പിന്നെ ഡയറക്ടേഴ്സുകളും ബിസിനസ്മാനും പ്രൊഡ്യൂസേഴ്സും ഫിലിം പേഴ്സൺസും രാഷ്ട്രീയക്കാരും ഒക്കെ തിങ്ങി വസിക്കുന്ന ഒരു ഏരിയയാണ്
ഈ ഒരു ഏരിയ കൂടുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. കാരണം പിന്നെ അതുപോലെ തന്നെ ഉദ്യാനങ്ങളും പാർക്കുകളും പിന്നെ എന്താണ് ഗ്രൗണ്ടുകളൊക്കെ ഉണ്ട് ഇവിടെ. കാരണം അങ്ങനെയുള്ള ഒരു ഏരിയയും കൂടിയാണ് ഈ ഒരു സദാശിവ നഗർ എന്നറിയപ്പെടുന്ന ബാംഗ്ലൂരിലെ പ്രധാനപ്പെട്ട സ്ഥലം. അങ്ങനെ നമ്മൾ പക്ഷേ താഴെ ഈ സംഖ്യ ടാങ്ക് ഈ കാവേരി സർക്കിളാണിത്. കാവേരി സർക്കിളിൻ്റെ റൈറ്റ് സൈഡിൽ പോയാൽ നമുക്ക് ശിവാജി നഗർക്ക് പോകായിരുന്നു. പക്ഷേ ഇന്ന് അതിന് പോകാൻ പറ്റില്ല, കുറേ മുമ്പിൽ പോയി യൂട്ടേൺ കിടന്നും. അതുകൊണ്ട് നമ്മൾ ഒരു വീഡിയോ അടുത്ത് നിർത്തുകയാണ്. അതെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോൻ്റെ ഈ ഒരു റോഡ് എയർപോർട്ടിലേക്കുള്ള റോഡാണ്. മെജസ്റ്റിക് ടു എയർപോർട്ട് റോഡാണിത്. അതുകൊണ്ട് തന്നെ നല്ല ട്രാഫിക്കാണ് ഇവിടെ അനുഭവപ്പെടുക. ഈ ട്രാഫിക്കിന് പ്രധാന കാരണം ഹെബ്ബാൾ ഫ്ലൈ ഓവറാണ്. അതിലുള്ള കൺജസ്റ്റഡ് അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആയ ഒരു ട്രാഫിക്കാണ് നമുക്കതിന് കാരണമാകുന്നത്. എന്നിരുന്നാലും ചെറിയ ചെറിയ മൂവ്മെൻറ്റുകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അങ്ങനെ നമ്മൾ ചെറിയ രീതിയിൽ തന്നെ മൂവ് ചെയ്ത് മാക്രി സർക്കിൾ എത്തുകയാണ്. ഫ്ലൈ ഓവറിന് താഴെ, മാക്രി ഫ്ലൈ ഓവറില്ല, അണ്ടർപാസിന് താഴെ. അങ്ങനെ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ തീർക്കുകയാണ്. വീണ്ടും കാണാം പുതിയ എപ്പിസോഡിൽ ബാംഗ്ലൂരിൻ്റെ പുതിയ വിശേഷങ്ങളുമായി. ചിലപ്പോൾ രാത്രിയാകാം, ചിലപ്പോൾ പകലാകാം. താങ്ക് യു ഫോർ വാച്ചിങ് കൈറ്റ്സ് ഐ. ഇനിയും കാണാം. അപ്പോൾ മ്യൂസിക്കില്ല, ജസ്റ്റ് ടോക്ക് ആൻഡ് സീൻസ്. താങ്ക് യു.